ഹലോ എവ്രിവൺ, ആനിമൽ റെസ്ക്യൂ കൊച്ചിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെസ്ക്യൂ സെൻറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം റെസ്ക്യൂ ചെയ്ത പപ്പിയാണ്, മെയിൽ പപ്പിയാണ്, പിന്നെ അഡോപ്ഷനുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ അവന് നമ്മൾ ബീവം ചെയ്യാനുള്ള മെഡിസിൻ എല്ലാം കൊടുത്തു. അതുപോലെ തന്നെ ഒരു 5 days കഴിയുമ്പോഴത്തേക്കും വാക്സിനേഷൻ എടുത്ത ആൾ നമ്മൾ അഡോപ്ഷൻ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ സെൻറ്ററിലേക്ക് മാറിയിട്ട് 1 month ആയിട്ടുള്ളൂ. ഇതിന് മുന്നേ നമ്മൾ പനങ്ങാട് ചേപ്പനം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ലാസ്റ്റ് 4 years. അപ്പോൾ ഇവിടെ വന്നിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുവാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ക്യാറ്റ്സിനെ ഇട്ടിട്ടുണ്ട്. ഒരു മെറ്റൽ കേജിലാണ് ഇപ്പോൾ ഇട്ട് വെച്ചേക്കുന്നത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു എൻക്ലോഷർ എല്ലാം ചെയ്യാനുള്ള നമ്മൾ ഫണ്ട് റേസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോൺസേഴ്സിനെയും ഡൊണേഷൻസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ ഇതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ആനിമൽ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക. പിന്നെ നമുക്ക് ഉള്ളിൽ കാണിച്ചു തരാം. പപ്പീസിന് ഇവിടെ നമ്മൾ ക്രേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സർജറി കഴിഞ്ഞ ദിവസം ആക്സിഡൻ്റ് ആയിട്ട് വന്നൊരു പപ്പി അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ് കയറുന്നത് ഇവിടെയാണ്. ഇത് സാൻഡിയെ നമ്മൾ വേറൊരു റെസ്ക്യൂ സെൻറ്ററിൽ നിന്ന് നമ്മൾ റെസ്ക്യൂ ചെയ്താണ്. സാൻഡി വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സാൻഡി ആൾ ഹെൽത്തി ആയി, ഭയങ്കര ഫ്രണ്ട്ലി ആണ്, ഭയങ്കര സ്നേഹമുള്ളൊരു പ്രകൃതമാണ് സാൻഡിയുടേത്. പിന്നെ ഇത് നമ്മുടെ ഒരു ഓഫീസ് റൂം പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ കൺസ്ട്രക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ 4 kennels ഉണ്ട്. ഈ 4 kennels നമ്മൾ ഇനി റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്ന, അതായത് ട്രീറ്റ്മെൻറ്റുള്ള ഡോഗ്സ്, ഡെയിലി ട്രീറ്റ്മെൻറ്റ്സ് ഉള്ള ഡോഗ്സ്, സിക്കായിട്ടുള്ള ഡോഗ്സിന് ഇടാനാണ്. ഇപ്പോൾ പുറത്തത്തെ ഫെൻസിങ് ചെയ്യാത്തതുകൊണ്ടാണ് ഇതിൽ മൊത്തം നമ്മൾ ഇത്രയും ഡോഗ്സ് ഒക്കെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ക്ലിനിക്കിലത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഇവിടെ 2 റൂം നമ്മളൊന്ന് ഇവിടെ ക്ലിനിക്കും അതുപോലെ തന്നെ ഡെയിലി ട്രീറ്റ്മെൻറ്റ് റൂമുമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഈ സ്പേസിലായിട്ട്. അതിനുള്ള പാർട്ടീഷൻ അതെല്ലാം വർക്കെല്ലാം നമ്മൾ സ്ലോലി ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാക്ക് യാർഡ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ബാക്ക് യാർഡ് കാണിച്ചു തരാം. നമ്മളതിലിപ്പോൾ ഫെൻസിങ് എല്ലാം നിങ്ങൾക്ക് കാണാം. ഇവിടുന്ന് ചെയിൻ ലിങ്ക് വെച്ചിട്ടുള്ള ഫെൻസിങ് ആണ്. 3 ചുറ്റുപാടും വെള്ളം ആയതുകൊണ്ടിട്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇത് നമ്മൾ കയറി വരുന്ന എൻട്രൻസിനുള്ള ഏരിയ ആണ്. നമ്മളിനിപ്പോൾ ഈ കേജ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്യാറ്റ്സിന് ഇടാനായിട്ടൊരു എൻക്ലോഷർ ഉണ്ടാക്കും. അപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തായതുകൊണ്ടിട്ട് അവർക്ക് കുറച്ചുകൂടി ഒരു റിലീഫായിരിക്കും. ഇപ്പോൾ മെറ്റൽ കേജിൽ വെച്ചിട്ട് അവർക്ക് അത്ര വലിയ കംഫർട്ടബിൾ അല്ല. ഇവിടെ വലിയൊരു ഇത് വരും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ വരും ഒരു ക്യാറ്റ്സിൻ്റെ എൻക്ലോഷർ തന്നെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം ആരോ കൊണ്ട് അബാൻഡൻ ചെയ്താണ് വളർത്തിയിട്ട് മാഗറ്റ് വൂണ്ടൊക്കെ ആയിട്ട് ചെവിയിൽ ഫുൾ പസ്സൊക്കെ ആയിരുന്നു. ആളിപ്പോൾ റിക്കവറായിട്ട് വരുവാണ്. നമ്മൾ ഡെയിലി ട്രീറ്റ്മെൻറ്റ്സ്, ആൻറ്റിബയോട്ടിക്സ് അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുവാണ്. ഇനിയിപ്പോൾ ആളിനെ ഒന്ന് കൊണ്ടുപോയി ഫുൾ ഒന്ന് ട്രിം ചെയ്തിട്ട് ഒന്ന് ബേത്ത് ചെയ്തൊക്കെ എടുക്കണം. പക്ഷെ ഇപ്പോൾ ചെവിയിൽ അത്രയും മുറിവുള്ളത് കൊണ്ടിട്ട് നമുക്ക് വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഈ ഫെൻസിങ് എല്ലാം നമ്മൾ ചെയ്തു. ഒരു നിതിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ സ്പോൺസർ ചെയ്താണ് ഫെൻസിങ്. നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, വർക്ക് ഇനിയും ഉണ്ട്. ഇതാണ് നമ്മളുടെ ബാക്ക് യാർഡ്. ഇവിടെ ഇനിയിപ്പോൾ കുറച്ച് വർക്ക് ഉണ്ട്. നമ്മളിനിയിപ്പോൾ മണ്ണിട്ട് ഇത് പൊക്കും. കാരണം ഇൻ കേസ് ഫ്യൂച്ചറിൽ എന്തെങ്കിലും വെള്ളം കയറുക, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും നമ്മൾക്ക് ഇവർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ആവാത്ത രീതിയിൽ നമ്മൾ കുറച്ച് ഹൈറ്റിൽ തറ കെട്ടിയിട്ടാണ് നമ്മൾ കെനൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് നമ്മളൊരു കിച്ചൺ, ഇവർക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു സ്റ്റോർ റൂമും ഒരു കിച്ചണും കൂടി നമ്മളിവിടെ ബിൽറ്റ് ചെയ്യും. അപ്പോൾ ഫീഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അകത്തുള്ള ആനിമൽസിനാണെങ്കിലും അതുപോലെ തന്നെ പുറത്തുള്ള ആനിമൽസിനാണെങ്കിലും ഇവിടെ കുക്ക് ചെയ്യാനായിട്ട് ഫീഡ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പിന്നെ നമ്മൾ ബാക്കിലത്തെ ഏരിയ നമ്മൾക്ക് തന്നെ യൂസ് ചെയ്യാനാണ്, പക്ഷേ അത് നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കണം ഇനി. പിന്നെ നമുക്കൊരു വാട്ടർ ബഫലും ഉണ്ട്, ജെനി എന്ന് പറഞ്ഞിട്ടൊരു എരുമയുണ്ട്. അവളിനെ ഇപ്പോൾ അപ്പുറത്ത് കിട്ടിയേക്കുവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ജെനീനെ എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. പിന്നെ നമ്മൾക്കിപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ ടെമ്പററി ആയിട്ട് റെസ്ക്യൂ പോസ്റ്റ് ചെയ്തേക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബില്ല് ഒരുപാട് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കൊണ്ടുവന്നാൽ ആനിമൽസിനെ വെക്കാനുള്ള ഫെസിലിറ്റി ഇല്ല. നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും കെയർ കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇനിയിപ്പോൾ റെസ്ക്യൂ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.